Dear students, welcome to the class of Engineering Thermodynamics. In this video, we are going to discuss about heat pumps and refrigerator. First of all, through this video, we will discuss or we will find the function of heat pumps and refrigerator, and we will discuss the objective, and we will find the coefficient of performance for each. So, we can start with heat pump. As we all know that heat pump, from the name itself we will understand that we are pumping heat. Okay, simply we can say like that. Here actually these heat pumps are not using in our country. It will be using by the cold countries, because it is a device which is used for heating purpose. Simply we can say like that. So from the figure we can see the warm heated space, or we can call it as source, and the cold environment is also called a sink. Okay, so we have to understand that this heat pump will be absorbing heat energy from the sink. Okay, then it will be given to the source or the warm heated space. Here we need to give more and more heat to this region, like we call it as source. Okay, and we can just go with the definition. The heat pump is a thermodynamic system operating in a cycle which absorbs, okay, as I told, which it will be absorb, which will be absorbing the heat from the low temperature body. Okay, so if we know that if a body or if a device is absorbing heat from a lower temperature, and if it is given to a higher temperature, we have to give work. Okay, that is, we are giving the net work. Okay, and we have to understand that the objective of the heat pump is to maintain a heated space at higher temperature. Okay, so this objective we have to understand that, because then only we will understand. While like after this there will be a refrigerator. Okay, then while comparing we have to identify which is the desired effect. Okay, like heat pump is giving a desired effect to the body as well as the refrigeration, so we have to differentiate it. For that we have to understand. Okay, അതായത് ഈ ഹീറ്റ് പമ്പ് എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ഹീറ്റ് എഞ്ചിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു വാം ഹീറ്റഡ് സ്പേസും ഉണ്ട്, ഒരു കോൾഡ് എൻവയോൺമെൻറ്റും ഉണ്ട്. ഓക്കെ, ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോൾഡ് എൻവയോൺമെൻറ്റിൽ നിന്നും എന്ത് ചെയ്യും, ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് എന്ത് ചെയ്യുന്നതാണ്, അത് ഈ വാം ഹീറ്റഡ് സ്പേസിലേക്ക് കൊടുക്കുകയാണ്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയും, ഈ നമ്മളെ കോൾഡ് കൺട്രീസിലൊക്കെ ഇപ്പോൾ നമ്മൾ റൂം അല്ലേ, റൂമിൽ നമുക്ക് ഇവിടെ എന്താണ്, നമ്മളിവിടെ ഇന്ത്യയിൽ ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് എ സിയുടെ ആവശ്യമുണ്ട് അല്ലേ. എ സി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എയറിനെ കണ്ടീഷൻ ചെയ്യണം. നമ്മൾക്ക് വേണ്ടുന്ന, അതായത് നമുക്ക് വേണ്ടുന്ന ചെറിയ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിലേക്ക് നമ്മൾ എന്താണ്, നമ്മളെ റൂമിലുള്ള എയറിനെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് അല്ലേ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെപ്പറ്റി നമുക്ക് പറയാം. പക്ഷേ ഈ കോൾഡ് കൺട്രീസിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ്, നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ റൂമിലേക്ക് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ഓൺ ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെയുള്ള കൺട്രീസിൽ അല്ലെ, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഹീറ്റ് പമ്പ്. അപ്പോൾ ആക്ച്വലി ഹീറ്റ് പമ്പ് എന്താണെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ് അല്ലെ, നമ്മളെ പുറത്തുള്ള സറൗണ്ടിങ്ങിൽ നിന്നും ഹീറ്റിനെ അബ്സോർബ് ചെയ്യും അല്ലേ. അപ്പം കോൾഡ് കൺട്രീസിൽ എന്താണ്, നമ്മൾ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും പുറത്ത് സറൗണ്ടിങ്സിൽ അല്ലേ. അവിടുന്ന് നമ്മൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുകയാണ്. ആ റൂം എന്ന് വെച്ചാൽ എന്താണ് അല്ലേ, നമുക്ക് ആ ആംബിയൻ ടെമ്പറേച്ചർ അല്ലെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനെക്കാട്ടും നമുക്ക് എന്താണ് കൂടിയ ടെമ്പറേച്ചർ വേണം. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ഹീറ്റ് പിന്നെയും സപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കും അല്ലേ. അപ്പോൾ അതെന്താ, കമ്പയർ ടു ദി സറൗണ്ടിങ്സ് എന്താണ്, ആ ഒരു റൂം എന്തായിരിക്കും, ഹീറ്റഡ് ആയിട്ട് മാറും അല്ലേ, അത് കൂടുതൽ ടെമ്പറേച്ചർ ആയിട്ട് മാറും. അതാണ് ഈ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഹീറ്റ് പമ്പ് ഈസ് എ thermodynamic system operate in a cycle which absorb heat from low temperature body, okay, we can say surroundings, and reject it to the higher temperature body. അതാണ് നമ്മളെ റൂം, നമുക്ക് വേണ്ടുന്ന അല്ല ടെമ്പറേച്ചർ വേണ്ടുന്നത്. അതാണ് നമുക്കിവിടെ പറയാം. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ,
ഇതേ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിലാണ് റെഫ്രിജറേറ്റർ പോകുന്നത്. പക്ഷേങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവിൽ, അതായത് അതിൻ്റെ എയിമിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണോ അതിനെ കൊണ്ട് സാധിക്കുന്നത് ഇതിനെ കൊണ്ട് സാധിക്കുന്നത് അത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്, നമ്മൾ വർക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ കൊടുത്ത് ഈ ഒരു ഹീറ്റ് പമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് എന്താണ്, നമ്മളെ റൂം അല്ലെങ്കിൽ എന്താ വാം ഹീറ്റഡ് സ്പേസിലേക്ക് നമ്മൾ എന്താ ഹീറ്റ് എനർജി ആഡ് ചെയ്യാണ്. സിംപ്ലി സെയിം, അതായത് നമ്മൾ ഔട്ട്പുട്ട് എന്താണെന്ന് ഇവിടെ QH ആണ് അല്ലേ. അതൊന്ന് മനസ്സിൽ വെക്കണം. ഓക്കെ. So again, the objective of the heat pump is to maintain a heated space at higher temperature. അപ്പം ഇത് മനസ്സിൽ വെക്കാൻ ഇതൊരിക്കലും നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഹീറ്റ് പമ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് എന്താ ഒരു കോൾഡ് കൺട്രീസിലെ ഒരു റൂം അല്ലെങ്കിൽ ഒരു വീടിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ എന്താ റൂമിലേക്ക് നമുക്ക് എന്ത് വേണം, ഹീറ്റിൽ എന്താണ് ഹീറ്റ് അല്ലെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട്, എയർ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അത്ര സാഹചര്യങ്ങളിലാണ് നമ്മൾ ഹീറ്റ് പമ്പ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പം അതിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ഡിസൈഡ് എഫക്റ്റ് ഇൻ ദ കേസ് ഓഫ് ദ ഹീറ്റ് പമ്പ് ഈസ് ദി ഹീറ്റ് സപ്ലൈഡ് ടു ദി ഹൈ ടെമ്പറേച്ചർ സ്പേസ് ഓർ റീജൻ. ഓക്കെ. അപ്പം വി ഓൾ നോ ദ like efficiency in the heat engine, here we are considering the measure of performance as coefficient of performance. ഓക്കെ. അതായത് നമ്മൾ ഹീറ്റ് എഞ്ചിനിൽ നമ്മൾ എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഹീറ്റ് പമ്പിൻ്റെ കേസിലും റെഫ്രിജറേറ്ററിൻ്റെ കേസിലും നമ്മൾ ആ ഒരു മെഷർ ഓഫ് പെർഫോമൻസിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് എന്ത്, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. ഓക്കെ. അപ്പം coefficient of performance is like we can define it as desired effect divided by the work input. Okay. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഡിസൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന പുറത്തേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താ ആ വാം സ്പേസിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയാണ് അല്ലേ. ദെൻ സോ ഇറ്റ് വിൽ ബി QH അല്ലേ. നമ്മൾ വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണ്, വർക്ക് നെറ്റാണ്. ഓക്കെ. സോ ഫ്രം ദ ഫസ്റ്റ് ലോ നമുക്കറിയാം W net is equal to QH minus QL ആണ് അല്ലേ. സോ വി വിൽ ഗെറ്റ് ദ coefficient of performance, or we can call it as scope for the heat pump is QH divided by QH minus QL. Okay. So from this we will get a formula for the coefficient of performance for heat pump as 1 divided by 1 minus QL divided by QH. Okay. വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. സോ this is all about heat pump. Next we can discuss about refrigerators. Okay. So refrigerator, we can define it as a refrigerator is a device which is designed to remove heat from a low temperature medium and reject it to high temperature medium. Okay, simply we can say, as the figure indicate, there will be a cold refrigerator space, okay, which is the low temperature medium, and there will be a warm environment which is high temperature medium. Okay. So here the refrigerator will be absorbing or removing the heat from a cold refrigerator space called sink, and it will be, and after that the heat energy is rejected to the high temperature medium. Okay. അതായത് ഈ റെഫ്രിജറേറ്ററിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മൾ വീട്ടിലുള്ള AC-നെ പറ്റിയിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ. അതായത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഡിസൈഡ് എഫക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു പർട്ടിക്കുലർ സ്പേസ് അല്ലെ റീജിയൻ അല്ലെ ഒരു മീഡിയത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ നമ്മൾ അവിടെയുള്ള ടെമ്പറേച്ചറിനെക്കാട്ടും കുറവായിട്ടുള്ള ടെമ്പറേച്ചറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോ ടെമ്പറേച്ചറിൽ ആ ഒരു സ്പേസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതാണ് നമ്മളുടെ മെയിൻ പോയിന്റ്. സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ റെഫ്രിജറേറ്റർ ഈസ് ടു മെയിൻറ്റെയിൻ എ കോൾഡ് സ്പേസ് അറ്റ് low temperature. Okay. So you have to understand the objective of heat pump as well as refrigerator. Okay. Then only we can understand refrigerator and heat pump very well. Okay.
അതായത് ഇവിടെ ഈ റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു റൂമിന് അല്ലെ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ അകത്ത് നിന്ന് എന്താ ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യും അല്ലേ. ഇറ്റ് വിൽ ബി റിമൂവിങ് heat energy or heat from a low temperature medium and will be rejected to the high temperature medium. Okay, so the objective is once again to maintain a cold space at a low temperature. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസൈഡ് എഫക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, so the desired effect in the case of refrigerator is to remove heat from cold space അല്ലേ. അപ്പോൾ similarly the COP or coefficient of performance for refrigerator is QL divided by W net. Okay, so we will get a formula for COP of refrigerator as 1 divided by QH divided by QL minus 1. Very important formula. Okay, so next we can go to a note or a important thing. അതായത് നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് അല്ലേ, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ടാണ്. അതായത് നമുക്ക് അവിടെയുള്ള ഡിസൈഡ് എഫക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. അത് ഹീറ്റ് പമ്പിൻ്റെ കേസിൽ റെഫ്രിജറേറ്റർ ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് ഞാൻ കുറേ പ്രാവശ്യം പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ കേസിൽ ഹീറ്റ് പമ്പിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഹീറ്റ് പമ്പ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആ ഒരു പർട്ടിക്കുലർ ഹൈ ടെമ്പറേച്ചർ റീജിയനിലേക്ക് നമ്മൾ എന്താണ് പിന്നെയും നമ്മൾ ഹീറ്റ് എനർജീനെ എന്ത് ചെയ്യാണ്? ആഡ് ഓൺ ചെയ്യാണ്. സോ അവിടെ എന്താണ് QH ആയിരിക്കും അല്ലേ, ഹയർ ടെമ്പറേച്ചറിലേക്ക് അല്ലെ ഹയർ സ്പേസിലേക്ക് അല്ലെ സോഴ്സിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ഹീറ്റ് എനർജീനെ. സോ ആ ഒരു ഹീറ്റ് എനർജി ആയിരിക്കും നമ്മൾ ഡിസൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. സോ അവിടെ എന്തായിരിക്കും? ഡിസൈഡ് എഫക്റ്റ് വിൽ ബി QH. നമുക്കിത് ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. ഈ ഹീറ്റ് പമ്പിൽ നിന്നും എന്താണ് ഈ വാം ഹീറ്റഡ് സ്പേസിലേക്ക് നമ്മൾ എന്താണ് ഇങ്ങനെ ഹീറ്റ് എനർജി നമ്മളിങ്ങനെ കൊടുക്കുകയാണ്. സോ അതാണ് അതിൻ്റെ ഡിസൈഡ് എഫക്റ്റ് അല്ലേ. ഇത് മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ റെഫ്രിജറേറ്റർ. സോ COP ഫോർ ദ റെഫ്രിജറേറ്റർ ഈസ് എന്താണ്? QL ഡിവൈഡ് ബൈ QH മൈനസ് QL ആണ് അല്ലേ. ഇവിടെ QL വരാൻ കാരണം എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെഫ്രിജറേറ്ററിൻ്റെ കേസിലേക്ക് നമ്മൾ എന്താണ് ഒരു ലോ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് അല്ലേ, അതാണ് QL എന്ന് പറയുന്നത്. ലോ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് നമ്മൾ എന്താ ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യുകയാണ് അല്ലേ, നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അപ്പം അവിടെ എന്താണ് ഡിസൈഡ് എഫക്റ്റ് മാറി അല്ലേ. ഇവിടെ ഡിസൈഡ് എഫക്റ്റ് ഏതായി? QL ആയി. ഓക്കെ, മനസ്സിലായോ? സോ ഇതിനെ നമുക്ക് രണ്ടിനെയും നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ, so from the above equation for the COP of heat pump and COP of refrigerator we will get as ഇങ്ങനെ കിട്ടും അല്ലേ. that is COP of heat pump minus COP of refrigerator is equal to, ഇവിടെ നമുക്ക് എന്താ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ we will subtract, നമ്മൾ മൈനസ് ചെയ്യും, then we will get the answer as 1. ഓക്കെ, സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഓക്കെ, that is COP of heat pump is equal to COP of refrigerator plus 1. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഒന്നെന്താണ്? ഹീറ്റ് പമ്പിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് റെഫ്രിജറേറ്ററിനേക്കാളും എപ്പോഴും അധികമായിരിക്കും, ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്താണ്? COP of heat pump will be ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫോർമുലയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒന്നെന്താണ്? ഹീറ്റ് പമ്പിൻ്റെ COP എപ്പോഴും എന്താണ് റെഫ്രിജറേറ്ററിൻ്റെ COPനെക്കാട്ട് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എന്താണ് COP ഓഫ് ഹീറ്റ് പമ്പ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഹീറ്റ് പമ്പിൻ്റെ കേസിലേക്ക് നമ്മൾ ആ ഒരു ഫ്ലോ മനസ്സിലാക്കണം. ഓക്കെ, എന്തിനാണ്? അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് പമ്പിൻ്റെ കേസിലായാലും റെഫ്രിജറേറ്ററിൻ്റെ കേസിലായാലും ഇവിടെ ഡിസൈഡ് എഫക്റ്റ് ഏതാണ് അല്ലെങ്കിൽ നമ്മളെ ഔട്ട്പുട്ട് ഏതാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ആ ഔട്ട്പുട്ട് മനസ്സിലാക്കിയാൽ ബാക്കി നമുക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ ആ ഔട്ട്പുട്ട് മനസ്സിലാക്കാൻ ഹീറ്റ് പമ്പിൻ്റെ കേസിലേക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ എന്താണ് ഒരു ഹീറ്റിംഗ് ഡിവൈസ് ആണ്. മറ്റേത് സിംപ്ലി റെഫ്രിജറേറ്റർ നമ്മളൊരു കൂളിംഗ് ഡിവൈസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ഹീറ്റ് പമ്പിൻ്റെ കേസിലേക്ക് നമ്മളെന്താ കോൾഡ് കൺട്രീസിനെ എടുക്കുക, റെഫ്രിജറേറ്ററിൻ്റെ കേസിലേക്ക് വി ക്യാൻ ജസ്റ്റ് കൺസിഡർ അവർ കൺട്രി ഇന്ത്യ അല്ലേ. അപ്പോൾ അവിടുന്ന് തന്നെ അപ്പോൾ നമുക്ക് എന്താ ടെമ്പറേച്ചർ ഡിഫറൻസിനെ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.